പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നെഹെമ്യായുടെ പുസ്തകത്തിലെ 9-ാമത്തെ അധ്യായത്തിലെ 12-ാമത്തെ തിരുവചനം, അതായത് തമ്പുരാൻ്റെ കൂടെ നിൽക്കുന്ന ഇസ്രായേൽ ജനം, അല്ലെ, ഇസ്രായേൽ ജനം തമ്പുരാൻ്റെ കൂടെ നിന്നിരുന്ന കാലഘട്ടത്തിൽ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അവർ പാലിച്ച് നടന്നപ്പോൾ എങ്ങനെയാണ് അവരെ വഴി നടത്തിയ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. പകൽ മേഘസ്തംഭത്താൽ അവിടുന്ന് അവരെ നയിച്ചു. മേഘസ്തംഭം എന്ന് പറഞ്ഞാൽ ശരിക്കും, അല്ലേ, അതായത് കടുത്ത വെയിലിൽ നിന്ന് അവരെ സംരക്ഷിച്ചു, സൂര്യതാപത്തിൽ നിന്ന് അവരെ സംരക്ഷിച്ചു. രാത്രി അഗ്നിസ്തംഭത്താൽ അവർക്ക് വഴികാട്ടി. രാത്രി ഇരുട്ടാണ്, അപ്പോൾ അഗ്നിയായി കർത്താവ്, അതായത് ഏത് പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും അതിനെ അതിലംഘിക്കുന്ന ഒരു അഭൗമിക രീതിയിൽ ദൈവം തൻ്റെ ജനത്തെ ഇന്നും വഴി നടത്തുന്നു എന്നാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നെഹെമ്യ 9:12 നമ്മോട് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, എത്ര പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ 40 ദിവസം ബഹുമാനപ്പെട്ട ഡാനിയേൽ അച്ഛനോട് ചേർന്ന് ഒരുപാട് പേര് ആ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ പലരും അച്ഛനോട് പറഞ്ഞത്, അച്ഛൻ ഇതിൽ ഏറ്റവും ഞങ്ങൾക്ക് ഇഫക്റ്റീവായിട്ട് തോന്നിയത്, അച്ഛൻ്റെ ടോക്ക് നല്ലതാണ്, പക്ഷേ അതിനേക്കാളൊക്കെ ഒരുപാട് നല്ലത് ഞങ്ങൾ പരിശുദ്ധ കുർബാനയിൽ ഒരുങ്ങി ബലിയർപ്പിക്കുന്നുണ്ട്. 1 മണിക്കൂർ ദിവികാരുണ്യ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പരമാവധി, ചില ദിവസങ്ങളൊക്കെ പോയിട്ടുണ്ട്, പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന് അതൊരു അനുഗ്രഹമായി തീരുന്നുണ്ട് എന്നൊക്കെ അനേകരെ അച്ഛനോട് പങ്കുവെച്ച കാര്യം ഞാൻ ഈ സമയം ഈശോയുടെ മഹത്വത്തിന് വേണ്ടി പറയുകയാണ്. ഹല്ലേലൂയ. ഏത് പ്രതികൂലത്തിലും ഈശോയോട് ചേർന്ന് നിൽക്കുകയാണോ, ഏത് പ്രതികൂലത്തിലും നമ്മുടെ കർത്താവ് നമ്മെ വഴി നടത്തും. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.